ഞാൻ മഹാലക്ഷ്മിയെ കൊണ്ട് ഹോസ്പിറ്റൽ വരെ പോകണം. ആളെ ഡ്രിപ്പിട്ട് കിടത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഡോക്ടർ? എന്നാലും ആരായിരിക്കും ഇത് ചെയ്തത്? ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ ഒരു മഹാ എപ്പിസോഡാണ് കൂട്ടുകാരെ. ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേറെ ഒന്നുമല്ല, തോമസ് വൈദ്യർ കണ്ണൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇതെൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, എവിടെയെങ്കിലും വേറൊരു ഹോസ്പിറ്റലിൽ, വലിയ ഒരു ഹോസ്പിറ്റലിലേക്ക് മഹാലക്ഷ്മിയും കൊണ്ട് എത്രയും പെട്ടെന്ന് കണ്ണൻ പോകണം, എന്നാലേ ആ ഒരു കുഞ്ഞിന് ജീവൻ തിരികെ കിട്ടൂ എന്ന് നമ്മുടെ തോമസ് വൈദ്യർ തന്നെ കണ്ണനോട് പറയുകയാണ്. അപ്പം കണ്ണന് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാവും കേട്ടോ. കാരണം വൈദ്യർ കൈയൊഴിഞ്ഞാൽ പിന്നെ എവിടെ കൊണ്ടുപോയാലും എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റുമോ? മഹാലക്ഷ്മിക്കും കുഞ്ഞിനും ജീവൻ തിരികെ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യങ്ങൾ തന്നെയാണ്. മഹാലക്ഷ്മി ആണെങ്കിൽ ലേഖയുടെ അടുത്ത് ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അയ്യോ, എൻ്റെ കുഞ്ഞ് പോയിട്ടുണ്ടാകുമോ, എൻ്റെ കുഞ്ഞിൻ്റെ അനക്കമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ കരയുന്നുണ്ട്. ലാസ്റ്റ് വേറൊരു ഹോസ്പിറ്റലിലേക്ക് മഹാലക്ഷ്മി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ കൊണ്ടുചെല്ലുമ്പോൾ തന്നെ ICUലേക്ക് കയറ്റുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, സംഭവം ഞാൻ തുറന്ന് പറയാം എന്നും പറഞ്ഞ് എന്തൊക്കെയോ പറയാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. ഇനി കുഞ്ഞ് നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ കുറേ ബാക്കിയാട്ടോ. ഇന്നത്തെ ഒരു മഹാ എപ്പിസോഡിൽ നിന്നും നമുക്ക് അറിയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരുമോ എന്ന് നമുക്ക് നോക്കാവേ. അപ്പുറത്തെ കണ്ണനാണെങ്കിൽ അനന്തുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് ചെയ്തത് ഒരൊറ്റ ഒരാളാണ്, ആ പ്രതാപൻ, അയാൾക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് രാത്രിക്ക് രാത്രി പ്രതാപം പോകുന്ന വണ്ടിക്ക് മുന്നിൽ എന്താ പറയുക, ബൈക്ക് കൊണ്ടുപോയിട്ട് നിർത്തിച്ചിട്ട് നമ്മുടെ കണ്ണൻ തന്നെ ആവശ്യത്തിൽ കൂടുതലായിട്ട് നമ്മുടെ പ്രതാപനിട്ട് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയെന്നല്ലേ, നമ്മുടെ കണ്ണൻ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാട്ടോ പോകുന്നത്, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞാൽ പിന്നെ പണിയാണല്ലോ. അങ്ങനെ നമ്മുടെ പ്രതാപനിട്ട് ചവിട്ടിക്കൂട്ടുന്ന നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ. ചവിട്ടിക്കൂട്ടലൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ കുഞ്ഞിനെന്താകും എന്നുള്ളതാണ് വലിയ ചോദ്യമല്ലേ. കാത്തിരിക്കാട്ടോ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹെറാമിന്റെ മലയാളി സൈനിങ് ഓഫ്.